നമുക്കിന്ന് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാനില പേസ്ട്രി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വലിയ പാടൊന്നുമില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട, അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും തമ്മിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഈ സമയം തന്നെ നമുക്ക് നമ്മുടെ ഓവൻ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങളിപ്പോൾ ഓവനിലല്ല സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുപ്പിൽ ആ പാൻ ഒന്ന് ചൂടാകാൻ വെക്കണം. ഞാൻ സ്റ്റൗ ടോപ്പിലുള്ള റെസിപ്പി കേക്കിൻ്റെ ഇത് പലതവണ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് സ്റ്റൗ ടോപ്പിലല്ല ഓവനിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇതിന് മുമ്പത്തെ റോൾ കേക്കിൻ്റെയൊക്കെ റെസിപ്പീസ് നോക്കുകയാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അതും തന്നെ നമ്മുടെ ഈ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടാതെ നമ്മൾ വീണ്ടും കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞയും അതുപോലെ പഞ്ചസാരയും കൂടെ നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ മുട്ടയുടെ മഞ്ഞയും അതുപോലെ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ ഇതിലേക്കൊരു 1/4 കപ്പ് തന്നെ പാലും ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാലും റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിച്ച് അതിന് ശേഷം ഇതെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഗ്രാമിലുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളത് നോക്കി എടുത്താൽ മതി. ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി ഇതിലേക്കൊന്നിടാം. അതുകൂടാതെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 പിഞ്ച് ഉപ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിപ്പയിൽ കൂടി തെള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ കേക്ക് നല്ല സോഫ്റ്റാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ പേസ്ട്രി പോലെ തന്നെ സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെയും മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം വേർതിരിച്ച് വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ വെള്ളയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇന്നത്തെ ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കൊരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ട്. ഇത് ഗ്രാനുലേറ്റഡ് ഷുഗറാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ ഈ പഞ്ചസാര ഇട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് ആ ഒരു പീക്ക് വരുന്നത് വരെ ഞാനിവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആദ്യം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് രണ്ടും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാനായിട്ട് മെയിനായിട്ട് ചെയ്യുന്ന കാര്യം ഇതാണ്. ഈ മുട്ടയുടെ വെള്ള നന്നായിട്ട് പതച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ ആ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല
നല്ല പതഞ്ഞുള്ള ഒരു ബാറ്ററാണ് നമുക്കിപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത്. ഇതിനെയും ബേക്ക് ചെയ്യുന്നതിനുള്ള ട്രേയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്നിവിടെ കുറച്ച് വലിപ്പമുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 30x24 ആണ്. നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള ബേക്കിംഗ് ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേ വലിപ്പത്തിലുള്ള 2 ട്രേയിലേക്കാക്കി ബേക്ക് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ഒറ്റ ഒരു ട്രേയിൽ തന്നെ ഒഴിച്ച് ബേക്ക് ചെയ്തിട്ട് അത് 2ആയിട്ട് നെടുകെ കട്ട് ചെയ്തെടുത്താലും മതി. നമുക്കിപ്പോൾ ഈ ട്രേയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ആ കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തേക്കും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബേക്കിങ്ങിൻ്റെ ടൈമിംഗ് ഒക്കെ പറഞ്ഞതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്. ഞാനിതൊരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുത്തത്. എനിക്കിത് കറക്റ്റായിട്ട് ബേക്ക് ആയി കിട്ടാനായിട്ട് 30 മിനിറ്റ് എടുത്തു. നിങ്ങളുടെ ഓവൻ്റെ ആ ടെമ്പറേച്ചർ ചിലപ്പോൾ കുറച്ചൊരു വ്യത്യാസമായിരിക്കും, അതുകൊണ്ട് ഒരു 25 മിനിറ്റ് ആകുമ്പോൾ മുതലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് മാറ്റാം. എനിക്കിത് 30 മിനിറ്റ് എടുത്തു 150 ഡിഗ്രി സെൽഷ്യസിൽ കേട്ടോ. പിന്നെ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 30-35 മിനിറ്റോളം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ബേക്ക് ചെയ്തെടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഫ്രോസ്റ്റിംഗ് ഒന്ന് തയ്യാറാക്കാം. ഞാനിന്നിവിടെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്ഡ് ക്രീം ആണെങ്കിലും ഇതിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് എപ്പോഴും ആ ബട്ടർ ക്രീം വെച്ച് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലാണ്, എന്നാൽ അങ്ങ് വല്ലാതെ സോഫ്റ്റ് അല്ലാത്തൊരു രീതിയിലാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ബട്ടറും ഈ പഞ്ചസാരയും കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോ സ്പീഡിൽ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കിനി പഞ്ചസാര ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഒരു 2-3 തവണയായിട്ട് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്ക് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല സ്റ്റിഫായിട്ട് ക്രീം കിട്ടുന്നതിനും ഒരു നല്ല രുചി കിട്ടുന്നതിനുമാണ്. ഇത് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് യോജിച്ച ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്കെടുക്കാം. നമ്മുടെ ക്രീം ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ ട്രേയിൽ നിന്ന് പുറത്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, അതുകൊണ്ട് ഇത് എടുക്കുമ്പോഴൊക്കെ കുറച്ച് സൂക്ഷിച്ചെടുക്കണം. അത് ഞാൻ മറ്റൊരു ബട്ടർ പേപ്പറിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തിട്ടിട്ടുള്ള ഈ പേപ്പർ ഒന്ന് മാറ്റാവുന്നതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ 2 സൈഡും ഇപ്പം നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒന്ന് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. ഒരേ വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നടുക്കൂടി കട്ട് ചെയ്യാം. നിങ്ങൾക്കിങ്ങനെ വലിയ ട്രേ ഇല്ലെങ്കിൽ ഒരേ വലുപ്പത്തിലുള്ള 2 ട്രേയിലാക്കി എടുത്താലും മതി. ഇതിപ്പോൾ ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സ്പഞ്ച് പോലെ സോഫ്റ്റാണ്. നമ്മൾ സാധാരണ പേസ്ട്രി ഉണ്ടാക്കുമ്പോൾ നല്ല ആ സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് ഇതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന കേക്കിൽ ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഷുഗർ സിറപ്പും ഇത് ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഷുഗർ സിറപ്പ് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കേക്കിൻ്റെ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ മുകളിലേക്ക് ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഫ്രോസ്റ്റിങ് നമുക്കൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രോസ്റ്റിങ്ങിന് മുമ്പ് അല്പം ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ആ ലെയറും കൂടി ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്കും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്കും ആ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ ക്രീമിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് ഒരു 2 കളർ ഇതിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഒന്നൊരു ഗ്രീൻ കളറും ഒന്നൊരു പിങ്ക് കളറും കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്കൊന്ന് മാറ്റണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ആ കേക്ക് ഇവിടെ ഒരു പേസ്ട്രിയുടെ ഷേപ്പിൽ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും മിഡിലായിട്ട് നമുക്ക് ആ പിങ്ക് കളർ കൊണ്ട് ചെറിയൊരു ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ മറ്റേ കളർ കൊണ്ട് നമുക്കൊരു ചെറിയ ലീഫ് പോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള ക്രീം വെച്ച് നമുക്കിതിൻ്റെ സൈഡിലും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് അറേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള വനില പേസ്ട്രി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഒരു പീസ് വേണമെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കാം. കണ്ടോ, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ആ പേസ്ട്രി പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉള്ളതാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.